ഹായ്, എൻ്റെ പേര് ശാലി. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഒരു ഹെയർ ഓയിൽ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇതിനു വേണ്ടി കറിവേപ്പില, വേപ്പില, കറ്റാർവാഴ, കയ്യോന്നി, തെറ്റിപ്പൂ, തുളസി, നിലംപെരട്ടി, മുക്കുറ്റി, കൊടങ്ങൽ, ഞവര, പേരയില, ചെമ്പരത്തിപ്പൂ, കീഴാർനെല്ലി ഇതെല്ലാം നന്നായി കഴുകിയെടുത്ത് മാറ്റി വയ്ക്കാം. അതിൽ കറ്റാർവാഴ അതിൻ്റെ ജെല്ല് മാത്രം എടുത്താൽ മതി. പിന്നെ വേണ്ടത് നെല്ലിക്ക 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ആ നെല്ലിക്കയുടെ ജ്യൂസ് നമ്മൾ അരച്ചെടുത്ത് ജ്യൂസ് പിഴിഞ്ഞെടുത്ത് ഒരു 1/2 ഗ്ലാസോളം വരും. അത് മതിയാവും ഇതിന്. അതും കൂടി നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്നത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ നീര് മാത്രം എടുത്താൽ മതി. അതിൽ വെള്ളം ചേർക്കാതെ നീര് അരച്ചെടുക്കണം. നിലംപെരട്ടി, കൊടങ്ങൽ, പേരയില, തുളസി, ഞവര, കീഴാർനെല്ലി, മുക്കുറ്റിയും ഈ കൊടങ്ങലും പിന്നെ കീഴാർനെല്ലി അതിൻ്റെ ഒന്നും വേര് മാറ്റാതെയാണ് എടുത്തിരിക്കുന്നത്. വേരോടെ തന്നെ അത് എടുക്കണം. വേരോടെ അരച്ച് അതിൻ്റെ നീരെടുത്താലേ അതിൽ നമുക്ക് വേണ്ട ഗുണങ്ങളെല്ലാം കിട്ടും. അതുകൊണ്ട് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നീര് കിട്ടുമോയെന്ന് ചോദിച്ചാൽ ഇതിന് ഞവരയിലെയും തുളസിയിലെയും നീരിൽ കൂടെ ചേർത്ത് വേണം ബാക്കിയുള്ളത് അരച്ചങ്ങ് എടുക്കാൻ. അപ്പോഴും നീര് നമുക്ക് കിട്ടിക്കോളും. ആ ഉള്ള നീര് മതി, കുറച്ച് മതി. അപ്പോൾ ഇതെല്ലാം കൂടെ അരച്ചെടുത്തിട്ട് ഇതും കൂടി നമുക്ക് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം ഇല്ലാതെ തന്നെ അരച്ചെടുക്കണം. ഞാൻ ജാറൊന്ന് കഴുകി മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇനിയുള്ളത് ഇത് നെല്ലിക്ക നീരിൽ ചേർത്ത് അരച്ചെടുക്കാനുള്ളതാണ്. ഇത് എണ്ണയിലേക്ക് നേരിട്ട് ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് നല്ലതുപോലെ അരച്ച് നല്ല മഷി പോലെ ആക്കി എടുത്ത് വേണം എണ്ണയിൽ ചേർക്കാൻ. അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്തത്. ഇതും കൂടി അരച്ചെടുത്ത് നമുക്കിങ്ങി മാറ്റാം. അതിനുശേഷം നമുക്ക് പിന്നെ ഉള്ളത് തെറ്റിപ്പൂവും ചെമ്പരത്തിപ്പൂവും കറ്റാർവാഴയുടെ ജെല്ലും. ഇത് മൂന്നും കൂടി നമുക്ക് അരച്ച് എടുക്കാം. അതും കൂടി ഇനി ഉള്ളു അരയ്ക്കാൻ. അതിലും വെള്ളമൊന്നും ചേർക്കരുത്. കറ്റാർവാഴയുടെ ജെല്ല് മാത്രം മതി അതിന്. അതും നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത്രയും കാണും. ഇതെല്ലാം നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് 3 സാധനം കൂടി വേണം. ജീരകവും ഉലുവയും കരിഞ്ജീരകവും. ഇത് 3 കൂടി ചേർത്ത് നമുക്ക് എണ്ണ കാച്ചാം. അരച്ചെടുത്ത എല്ലാ സാധനങ്ങളും നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഇളക്കി തന്നെ ഒഴിച്ചു കൊടുക്കണം. കാരണം അടിയിൽ ഇരിക്കാൻ പാടില്ലല്ലോ ഒന്നും. നല്ലതുപോലെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി അത് തിളച്ചതിന് ശേഷം മാത്രം എണ്ണ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം ഇതിൻ്റെ കൂടെ എടുത്ത ആരും എണ്ണ ഒഴിച്ച് കളയരുത്. അതിന് ശേഷം ഒഴിക്കുന്നതാണ് നല്ലത്. അതിൽ കൂടെ തന്നെ നമുക്ക് കരിഞ്ജീരകവും ഉലുവയും ജീരകവും ചേർത്ത് ഇളക്കി കൊടുക്കാം. നിർത്താതെ ഇളക്കി കൊടുക്കണം. അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. മൂത്തൊന്ന് ഈ പരുവമായി വരുമ്പോൾ അത് മൂത്തു നല്ല പാകമായി. ഇനി നമുക്ക് തണുത്തതിന് ശേഷം അത് ബോട്ടിലേക്ക് മാറ്റാം. നല്ല പച്ച നിറത്തിലായിരിക്കും ഓയിലുണ്ടാവുക. നല്ല മണമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും കമൻറ്റ് ചെയ്യണം.